നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥ, ബലഹീനതകൾ, എന്തുമാത്രം വീഴ്ചയുണ്ടായി, എന്തുമാത്രം ദുശീലങ്ങൾ കടപ്പെട്ടു പോയിട്ടുണ്ട്, ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് ആശ്ചര്യം തോന്നും, ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ ഉറപ്പ് തരാം, എളിമപ്പെട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരാനുള്ള മനസ്സ് നിനക്കുണ്ടോ, നീ ദൈവത്തിൻ്റെ ശക്തി അഭിഷേകം അറിയും, ഒരു സംശയവും വേണ്ട. അപ്പം നമ്മൾ ചിലർ വിചാരിക്കുന്നുണ്ട്, ഞാൻ വളരെ പാപിയാണ്, ഒത്തിരി ബലഹീനതയുള്ള വ്യക്തിയാണ്, ഒരുപാട് വൃത്തികേട് കാണിച്ചിട്ടുണ്ട്, ഒത്തിരി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ധ്യാനം കൂടി തീരുമാനമെടുത്ത് പിന്നെയും ഇട്ടിച്ച് പോയിട്ടുണ്ട്. ഒക്കെ ആയിക്കോട്ടെ, നിനക്ക് ഈശ്വര പക്കലേക്ക് വരാനുള്ള എളിമയുണ്ടോ, ഉള്ളു തുറക്കാനുള്ള ആ ഒരു സന്നദ്ധത, സന്മനസ്സുണ്ടോ? ഒരു ദിവസം തന്നെ നീ പറയുന്ന വലിയ പാപങ്ങൾ 7 പ്രാവശ്യം ചെയ്തിട്ട് വന്നാലും ഈശോ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഈശോ ഒരു മുഖച്ചുളിവും ഇല്ലാതെ നിന്നെ ചേർത്ത് പിടിക്കും. ഇതാണ് സുവിശേഷ സത്യം. ഇവിടെ ഈശ്വര പക്കലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു കലക്കം ഒരിക്കലും വേണ്ട. നമ്മുടെ പാപത്തിൻ്റെ, ദുശീലങ്ങളുടെ, ബലഹീനതകളുടെ തലം നോക്കിയിട്ടല്ല ഈശോ നമ്മളെ വിളിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും. നമ്മൾ ഇന്നലെ പറഞ്ഞു, നമ്മൾ ആവർത്തിച്ച് പാടുന്നത്, ഉറക്കെ പാടുന്നത്, ബലം പിടിച്ച് പാടുന്നതൊക്കെ തമ്പുരാനെ പറഞ്ഞാൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ദൈവം ഒന്ന് കനിയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരു കാര്യവും ചെയ്യുന്നത്. ദൈവത്തെ ഇനി ഇതിൽ കൂടുതൽ കനിവുള്ളവനാക്കാൻ ആരെക്കൊണ്ടും പറ്റിയല്ല. ദൈവം കരുണയുടെയും നന്മയുടെയും ദയയുടെയും സ്നേഹത്തിൻ്റെയും നിറവാണ്. ഇവിടെ നമ്മളുടെ കരച്ചിൽ ഒത്തിരി കാണുമ്പോൾ കരുണ തോന്നി, നമ്മളങ്ങനെ വാക്കുകൾ ബൈബിളിലുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണ തോന്നാതിരിക്കുന്നതല്ല, ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് ഇറങ്ങി വരുന്നില്ല, അടഞ്ഞു കിടക്കുകയാണ്. തമ്പുരാൻ കരുണ കോരിച്ചൊരിഞ്ഞ് ഇങ്ങനെ കൈ നീട്ടി പിടിച്ചിരിക്കുകയാണ്, അവിടുത്തെ കൈ കഴയ്ക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം എടുത്ത്, യെശയ്യായുടെ പുസ്തകം 65-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. എന്നോട് ആരായാത്തവർക്ക് ഉത്തരം നൽകാനും എന്നെ തേടാത്തവർക്ക് ദർശനമരുളാനും ഞാൻ തയ്യാറായിരുന്നു. എൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കാത്ത ജനതയോട് ഇതാ ഞാനെന്ന് പറഞ്ഞു. സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിൻ്റെ നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു. എന്ത് തമ്പുരാൻ പറയുന്നത്? എന്നോട് ആരായുന്നില്ല, എന്നോട് ചോദിക്കുന്നില്ല, എന്നെ വിളിക്കുന്നില്ല. അവർക്ക് പോലും ഉത്തരം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. തേടാത്തവർക്ക് ദർശനം കൊടുക്കാനും ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അവരിഞ്ഞ് നോക്കുന്നില്ല, ഞാൻ പറയുന്നവർ കേൾക്കുന്നില്ല, അവരെന്നെ ശ്രദ്ധിക്കുന്നേയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതും ചെയ്യുന്നതൊന്നും അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കാത്ത ഒരു ജനതയോട് ഇതാ ഞാനെന്ന് പറഞ്ഞു. സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ ജനത്തിൻ്റെ നേർക്ക് ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. തമ്പുരാൻ ഇങ്ങനെ കരം നീട്ടി പിടിച്ചിരിക്കുക. കരുണ, അനുഗ്രഹങ്ങൾ, കൃപാവരങ്ങൾ, ജ്ഞാനം എല്ലാം നമുക്ക് ഓരോരുത്തർക്കും എന്താണ് ആവശ്യമെന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് അറിയുന്നു. മത്തായി 6 നമ്മൾ വായിക്കുന്നുണ്ട്. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് അറിയുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാരി കോരി പിടിച്ചിട്ട് അവിടെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ നമ്മളൊന്ന് ഉള്ളു തുറക്കണ്ടേ? ദൈവമേ എനിക്കത് വേണം, എന്നിലേക്ക് തരണേന്നൊന്ന് പറയണ്ടേ? പറയുന്നില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഇടയില്ല. ഉള്ളു നിറയെ വേറെ കാര്യങ്ങളാണ്, വേണ്ടാത്ത കാര്യങ്ങളാണ്, അഴുക്കുകളെല്ലാം കിടക്കുക. അങ്ങോട്ട് ഇത് ഒഴിക്കാൻ, നിറയ്ക്കാൻ, വെക്കാൻ ഇടയേയില്ല. അവിടെ തമ്പുരാൻ ഇങ്ങനെ കൈ നീട്ടിപ്പിടിച്ച് കൈ കഴയ്ക്കുകയാണ്. ഇതാ ദൈവത്തിൻ്റെ അവസ്ഥ. അപ്പം നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി, അവിടെ തമ്പുരാൻ നിങ്ങൾ ആഗ്രഹിച്ചേ, ദാഹിച്ചേ, വിളിക്കാതെ ആരെങ്കിലും വീട്ടിൽ വന്നാൽ നമുക്ക് അവർക്കുള്ള സ്ഥലവും സമയവും കാണുകയില്ല. ഒരാൾ നമ്മൾ വിളിച്ച് വീട്ടിൽ വരുത്താണ്, അവർക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം ഒരുക്കും, ഇരിക്കാനുള്ള ഇരിപ്പിടം കണ്ടുവെക്കും. വലിയ വിശിഷ്ടാതിഥി, വലിയ VIP-യാണ്. നമ്മൾ വിളിച്ച് ആഗ്രഹിച്ച് വരുത്തുകയാണ്. കിടക്കാനുള്ള മുറി ഉണ്ടാക്കി വെക്കും, വണ്ടി പാർക്കാൻ സ്ഥലം കണ്ടുവെക്കും, എല്ലാം ചെയ്യും. എത്ര നമുക്ക് വേണ്ടപ്പെട്ട വലിയ ആളാണേലും നമ്മൾ ആഗ്രഹിക്കാത്ത വന്ന് കയറിയാൽ ഇരിക്കാൻ കൊടുക്കാൻ ഒരു കസേര വരുമ്പോൾ കണ്ടെന്ന് വരികയില്ല, കുടിക്കാൻ കൊടുക്കാൻ ഒന്നും കണ്ടെന്ന് വരികയില്ല. നമ്മൾ ആഗ്രഹിക്കണം, എങ്ങനെ ഇടയുണ്ടാവുകയുള്ളൂ. അതതിൻ്റെ ഒരു ഫിലോസഫിയാണ് ഞാനീ പറയുന്നത്. ഈ വിളിച്ചപേക്ഷിക്കുന്നതിൻ്റെ പുറകിലുള്ളൊരു ഫിലോസഫി ഉണ്ട്. എന്താണത്? നമ്മളിൽ ഇടയുണ്ടാവണം, തന്നാൽ അത് ഉപകാരപ്പെടണം.
അവിടെ നമ്മുടെ ഭാഗത്തിൻ്റെ പരിശ്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പരിശ്രമത്തിൻ്റെ ഭാഗം ആണ് അതിനെ തന്നെ പറയുന്നുണ്ട്, ദാഹിക്കുക, വിളിച്ചപേക്ഷിക്കുക, മുട്ടി വിളിക്കുക, ചോദിക്കുക, അന്വേഷിക്കുക. ഇങ്ങനെ കുറേ വാക്കുകൾ പറയുന്നുണ്ട്. ഈശോ എടുത്ത് ചോദിക്കുന്നതായിട്ട് നമ്മൾ പറയുകയുണ്ടായി, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഈ കാര്യം ഏറ്റവും കരുത്തോടെ ചെയ്യാനായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് തരുന്ന ഒരു ആയുധമാണ് സ്തുതിച്ച് നന്ദി പറഞ്ഞ് തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ളത്. നന്ദി സ്തുതിയും പറഞ്ഞ് തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുക. സ്തുതിപ്പ് നമുക്കൊരു 4 തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. എന്തൊക്കെയാ? കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ദൈവമേ, തെറ്റിപ്പോയി, ക്ഷമിക്കണേ, എന്നോട് കരുണ തോന്നണമേ, പാപിയായി എൻ്റെ മേ കരുണയായിരിക്കണേ. കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പൊതുവെ 4 കൂട്ടം പ്രാർത്ഥനകൾ ഒന്നാമത് വരിക. ബന്ധം പൊട്ടിപ്പോയി, അത് തിരിച്ചെടുക്കാൻ, ദൈവമേ ക്ഷമിക്കണം, തെറ്റിപ്പോയി, ഇതാ ഞാൻ മടങ്ങി വരുന്നു. അനുതാപത്തിൻ്റെ പ്രാർത്ഥന, കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മാപ്പ് ചോദിക്കലിൻ്റെ പ്രാർത്ഥന, ഒന്നാമത്തെ ഇനം അതാണ്. രണ്ടാമത്തെ മൂന്നാമത്തെ തമ്മിൽ 3ഉം 2ഉം 2ഉം 3ഉമായിട്ട് തിരിച്ചു പറയാറുണ്ട്. അത് രണ്ടാമത്തേത് മധ്യസ്ഥ പ്രാർത്ഥന, പല കാര്യങ്ങൾ ചോദിക്കുക, നമുക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ. യാചനാ പ്രാർത്ഥന, കാര്യങ്ങൾ പലത് പറഞ്ഞ് പ്രാർത്ഥന ചോദിക്കുക. കർത്താവെ, കൃപ ചെയ്യണമേ, അനുഗ്രഹിക്കണമേ, നമ്മൾ അപേക്ഷിക്കുകയാണ്. അത് നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ് അപേക്ഷ. ഈ അപേക്ഷയ്ക്കകത്ത് എപ്പോഴും കുഴപ്പമുണ്ട്. നമുക്ക് മെച്ചമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയുള്ളൂ. അതാണോ തമ്പുരാൻ ചിന്തിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അപേക്ഷാ പ്രാർത്ഥനയ്ക്കകത്ത് എപ്പോഴും ഈശ്വര മാതൃക പറയുന്നുണ്ട്, അവസാനം പറയണേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറണം, അത് മതി. ഈശോ പ്രാർത്ഥിക്കുമ്പോൾ സാധിക്കുമെങ്കിൽ പിതാവേ, ഈ പാനപാത്രം മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് ചോര ഉയർത്ത് പ്രാർത്ഥിച്ചിട്ടും ഈശോ കൂട്ടിച്ചേർത്ത്, എങ്കിലും എൻ്റെ ഇഷ്ടം നോക്കരുതേ, നിൻ്റെ ഇഷ്ടം അനുസരിച്ച് തന്നാൽ മതി എന്ന് പറയുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രാർത്ഥന വരുന്നത് നന്ദി പറച്ചിലാണ്. നന്ദി, കൃതജ്ഞത, താങ്ക്സ് ഗിവിങ്. കൃതജ്ഞതയുടെ പ്രാർത്ഥന, നന്ദി പറച്ചിലിൻ്റെ പ്രാർത്ഥന. ദൈവം നൽകിയ നന്മകളെ ഓർത്ത് സന്തോഷം, സംതൃപ്തി, നന്ദി പറയുന്നു. അവസാനത്തെ ഐറ്റം ആരാധനയാണ്. നന്ദിയും ആരാധനയും, സ്തുതിയും ആരാധനയും പലപ്പോഴും ഒരുമിച്ച് പോകാറുണ്ട്. എങ്കിൽ പോലും സ്തുതിയിൽ നിന്നും കുറേ കൂടെ വ്യത്യസ്തമാണ് ആരാധന. ആരാധന പലപ്പോഴും നിശബ്ദമാണ്. നമ്മൾ ആരാധിക്കും, പലപ്പോഴും ഒച്ച വെക്കാറുണ്ട്, പാട്ടുപാടിയും ഒക്കെ നമ്മൾ ആരാധിക്കും. അതും ആരാധനയാണ്. ആരാധനയേക്കാൾ കൂടുതൽ അത് സ്തുതിപ്പാണ്, കൃതജ്ഞതയാണ്. സ്തുതിപ്പിനകത്താണ് പരമാവധി ഒച്ചയെല്ലാം വരിക. കാരണം അവിടെ സന്തോഷമാണ്. നന്ദി നിറയുമ്പം എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ പറ്റുക? നന്ദി സന്തോഷമാണ്. അത് പറയുമ്പോൾ അറിയാതെ ശബ്ദം കൂടും, തെളിച്ചം കൂടും, ആവേശം കൂടും, വ്യത്യാസം ഉണ്ടാകും. അതും കഴിഞ്ഞിട്ട് വരുന്ന അനുഭവമാണ് ആരാധന. ആരാധന ദൈവത്തിൽ ലയിച്ച് നിശബ്ദതയിലേക്കങ്ങ് മുഴുകുന്ന ഒരു അനുഭവമാണ്. ആരാധനയെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ചിലപ്പോഴൊക്കെ നമ്മൾ ചില സിനിമാ താരങ്ങളുടെ ആരാധകരെ കാണാറുണ്ട്. ഫാൻ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. മമ്മൂട്ടിയുടെ, മോഹൻലാലിൻ്റെ, അല്ലെങ്കിൽ സച്ചിൻ്റെയൊക്കെ ഇങ്ങനെ കൗമാരപ്രായക്കാർക്കിടയിൽ ഇങ്ങനെ ആരാധനാ ഭാവം ഒത്തിരി ശക്തമായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഒരു വ്യക്തി ഇങ്ങനെ ആരാധിക്കാൻ തുടങ്ങുമ്പം സംഭവിക്കുന്നറിയാവോ? ഏത് വ്യക്തിയെ ഇങ്ങനെ ആരാധനാ ഭാവത്തോടെ നോക്കുന്നുവോ ആ വ്യക്തിയുടെ മുടി, ഹെയർ സ്റ്റൈല്, ഡ്രസ്സ്, നടപ്പ്, നിപ്പ്, വർത്താനം പറയുന്നത്, സംസാരം പോലും മറ്റവർ തന്നെയാകും. ചില സിനിമാ താരങ്ങളുടെ, ജഗതിയുടെയോ ഇന്നസെൻറ്റിൻ്റെയോ ഒക്കെ ചില ആരാധകർ വീട്ടിൽ വർത്താനം പറയും പോലും അതുപോലെ ആയി പോവുകയാണ്. ഞാനത് ഇങ്ങനെ പറയാൻ കാരണം അറിയോ? ആരാധിക്കുമ്പോൾ ആരാധകൻ ആരെ ആരാധിക്കുന്നോ ആ വ്യക്തിയെ ഒപ്പിയെടുക്കും, ആ വ്യക്തിയെ കൊണ്ട് കുതിരും. ആ വ്യക്തിയെ പോലെ ഈ വ്യക്തി അറിയാതെ ആയിപ്പോകും. അതാണ് ആരാധനയുടെ ഒരു അടയാളം. ആ വ്യക്തിയായിട്ടങ്ങ് ലയിക്കുകയാണ്. ഈ വ്യക്തി മാറി ആ വ്യക്തി ഇവിടെ തെളിയുകയാണ്. അങ്ങനെ സംഭവിക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഈശോയെ ആരാധിക്കുന്നൊന്ന് ചിന്തിച്ചേ.
അപ്പൊ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ഈശോയെ ആരാധിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയായി തീരും? ആ വ്യക്തിയുടെ നോട്ടവും പുഞ്ചിരിയും വാക്കുകളും നടപ്പും എടുപ്പും ചെയ്തികളും എല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ഈശോയെ എങ്ങനെ കണ്ടു മനസ്സിലാക്കിയോ അതുപോലെ അങ്ങായി വരും. അറിയാതെ അങ്ങനെ ആകും. അങ്ങനെയല്ലാതെ സംസാരിക്കാൻ പറ്റുകയില്ലെന്നാകും, അങ്ങനെയല്ലാതെ നോക്കാൻ പറ്റുകയില്ലെന്നാകും, അങ്ങനെയല്ലാതെ പെരുമാറാൻ പറ്റുകയില്ലെന്നങ്ങാകും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ആരാധകനോ ആരാധകയോ ആകുന്നത്. നമ്മൾ എന്തുമാത്രം ഈശോയുടെ ആരാധകനാണ്, ആരാധകയാണ്. നമ്മൾ കണ്ടില്ലേ ശമരിയാക്കാരി സ്ത്രീയുടെ പക്കൽ ഈശോ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്? നമ്മൾ അവിടെ നിന്ന് എത്രയോ ദൂരെ കിടക്കുന്നത്. അപ്പം ആരാധന എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ തമ്പുരാനെ കൊണ്ട് നിറഞ്ഞു കുതിരുന്ന അനുഭവമാണ്. അപ്പോൾ ഈ 4 തരത്തിലുള്ള പ്രാർത്ഥനകൾ, അപ്പം അതിലൊന്ന് നമ്മളിപ്പം പറഞ്ഞു വന്നത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയാണ്. സ്തുതിപ്പ് പ്രാർത്ഥനയ്ക്ക് 2 തരത്തിൽ പ്രസക്തിയുണ്ട്. ഒന്ന്, ഹൃദയം നിറഞ്ഞ സന്തോഷത്തിൻ്റെ നന്ദിയുടെ ഒരു അടയാളമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ അടയാളമാണ് സ്തുതിപ്പ്. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, പരിശുദ്ധാത്മാവ് ഭരിക്കുന്നു, പരിശുദ്ധാത്മാവ് നയിക്കുന്നു. ആ ഒരു അനുഭവമുള്ള വ്യക്തിയിൽ നന്ദി സ്തുതി അറിയാതെ ഇങ്ങനെ പൊങ്ങി വരും. ഹൃദയം പരിശുദ്ധാത്മ സന്തോഷത്തിന് സാന്നിധ്യത്തിന് അങ്ങനെ മുഴുകി കഴിയുമ്പം പുറത്തേക്ക് അത് ഒഴുകുന്ന അനുഭവം സ്തുതിപ്പ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന അനുഭവത്തിൻ്റെ അടയാളം, അത് സ്തുതിപ്പിൻ്റെ ഒന്നാമത്തെ ഒരു പ്രസക്തി. രണ്ടാമത്തെ ഒരു സ്തുതിപ്പിൻ്റെ പ്രസക്തി, സ്തുതിപ്പ് ഒരു ആത്മീയ ആയുധമാണ്. ഒരാത്മീയ ആയുധമാണ്. തിന്മയെ മറികടക്കാൻ, തിന്മയെ തല്ലിപ്പൊട്ടിക്കാൻ, തകർത്തെടുക്കാൻ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആക്രമിക്കാൻ പറ്റും. സ്തുതിച്ചുകൊണ്ട് നമുക്ക് സംരക്ഷണമെടുക്കാനായിട്ട് സാധിക്കുന്നു. സ്തുതിപ്പൊരു ആക്രമണ ആയുധമാണ്. നമ്മൾ ആ രീതിയിലാണ് ധ്യാനത്തിൻ്റെ പ്രാരംഭ അവസരത്തിൽ സ്തുതിപ്പിനെ നമ്മൾ വിനിയോഗിക്കുന്നത്. ഒരു വചനസംഭവം നമുക്ക് ചില ആഴത്തിൽ കാണാനായിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 11 മുതൽ പൗലോസ് അപ്പസ്തോലനും സീലാസും കൂടെ ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ച് നടക്കുകയാണ്. ത്രോവാസിൽ നിന്ന് ഞങ്ങൾ കപ്പൽ കയറി നേരിട്ട് സമോത്രക്കയിലേക്കും യാത്ര ചെയ്തു. അടുത്ത ദിവസം നെയോപോളിസിലേക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും പോയി. ഫിലിപ്പി അത് മക്കതോനിയയുടെ ആ ഭാഗത്തെ പ്രധാന നഗരവും റോമായുടെ അധികാരത്തിലുള്ള സ്ഥലവുമായിരുന്നു. കുറേ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു. നഗര കവാടത്തിന് പുറത്ത് നദീതീരത്തൊരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി. ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലീദിയ എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. ലീദിയ എന്ന സ്ത്രീ ഫിലിപ്പിയിൽ താമസിക്കുന്നു. അവള് ഒറിജിനലി തിയത്തീറക്കാരിയാണ്, പക്ഷെ ഇപ്പൊ ഫിലിപ്പിയിലാണ് താമസം. പക്ഷെ കല്യാണം കഴിച്ച് വന്നതോ എന്തൊക്കെയോ ആയിരിക്കാം. ഫിലിപ്പിയിൽ ലീദിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവിടെ ഹൃദയം തുറന്നു. കർത്താവ് അവിടെ ഹൃദയം തുറന്നു. രാവിലെ ഡൊമിനിക് അച്ഛൻ പറഞ്ഞ നിങ്ങളെല്ലാവരുടെയും ഹൃദയത്തെ, ലീദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറന്ന പോലെ തുറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും പറഞ്ഞോ കർത്താവേ ആ കൃപ ഇങ്ങോട്ട് വരട്ടെ? അത് കേട്ടിരുന്നതേ ഉള്ളോ? അമ്മേനെന്ന് പറഞ്ഞോ? ചാടി പിടിക്കണം ഇല്ലേ? സമാധാനം ആശംസിക്കുക. ഒരു വീട്ടിൽ നിങ്ങൾ ചെല്ലുമ്പം അപ്പോസ്തലന്മാരോട് ഈശോ പറഞ്ഞില്ലേ, 2 പേരെ അയച്ചപ്പം ആശംസിച്ച അവിടെ എല്ലാം പൂർണ്ണമായോ? ആശംസ പ്രിയമുള്ളതായി, സമാധാന പ്രിയമുള്ളതായി അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ കുടികൊള്ളും, അല്ല നിങ്ങളിലേക്ക് തിരിച്ചു പോരും. ഡൊമിനിക് അച്ഛൻ ആശംസിച്ചത് അച്ഛനിലേക്ക് തിരിച്ചു പോയോ? ഇവിടെ കിട്ടിയോ? നമ്മൾ ചാടി പിടിക്കണം, വാങ്ങിച്ചെടുക്കണം. കർത്താവേ അത് ഇങ്ങു പോരട്ടെ, ഇതാ ഞാൻ അങ്ങയുടെ ദാസൻ, അങ്ങയുടെ ദാസി, അതെനിക്ക് തരണേ.
അങ്ങ് തരാൻ ആഗ്രഹിക്കുന്ന എനിക്ക് തരണേ. ഒരാൾക്കല്ല 3 പേർക്ക് എന്നെ കൃപയെന്ന് പറയുമ്പോൾ 3 പേര് മാത്രമൊന്നും തമ്പുരാൻ്റെ അടുത്ത് പഞ്ഞമൊന്നുമില്ല. 3 പേരെന്ന് പറഞ്ഞാലും 3 പേരായിരിക്കും അപ്പം അതുവരെ റെഡിയായിട്ട് നിൽക്കുന്നത്. 30 പേർക്ക് കൊടുക്കാനും തമ്പുരാൻ്റെ കയ്യിലുണ്ട്. ദൈവത്തിന് ഒരിക്കലും പഞ്ഞമില്ല, അല്ലേ? തമ്പുരാന് വല്ല ക്ഷാമമുണ്ടോ? ഒന്നിനും കുറവില്ലാത്തവനാ ദൈവം. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് ഇവിടെ അപ്പസ്തല പ്രവർത്തനം ഇത് വിട്ടുപോകണ്ട. എന്നാലും യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാമത്തെ തിരുവചനം എന്താണ്? അതിന് 2-ാം ഭാഗം, 34 2-ാം ഭാഗം. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ആത്മാവിൻ്റെ കൂടെ വരുന്നത് ആ ദാനങ്ങൾ, വരങ്ങൾ, ഫലങ്ങളെല്ലാം. ഏത് ഫലമാകട്ടെ, ഏത് വരമാകട്ടെ, ഏത് ദാനമാകട്ടെ, അത് മുഴുവൻ പരിശുദ്ധാത്മാവിലൂടെയാണ് കിട്ടുന്നത്. ആ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കുന്നത് അളന്ന് തൂക്കിയല്ല, പിശുക്കിയല്ല, അളവില്ലാതെയാണ്. ദൈവം ഒരിക്കലും പിശുക്കുകയല്ല. എവിടെയെങ്കിലും ദൈവം തൻ്റെ കൃപ ഇച്ചിരി ഒതുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കാനുള്ള കരുത്തില്ലാത്ത കൊണ്ടാണ്. അതുകൊണ്ടല്ലേ അന്ത്യത്താഴ വേളയിൽ ഈശോ അവസാനം പറഞ്ഞില്ലേ അപ്പസ്തലന്മാരോട്, ഇനി എനിക്ക് വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. 16-ാം അധ്യായം 12-ാം തിരുവചനം, യോഹന്നാൻ 16:12. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെല്ലാം പഠിപ്പിക്കും. ഇനിയും വളരെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇപ്പം നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള ഇടയില്ലാത്തത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് എവിടെയെങ്കിലും വെച്ച് നിർത്തി വെക്കുന്നുണ്ടെങ്കിൽ, തൽക്കാലത്തേക്ക് എങ്ങനെ ഒന്ന് സ്റ്റോപ്പ് അടിക്കുന്നുണ്ട്, സ്ലോ അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ നമ്മൾക്ക് ഇടയില്ല എന്ന് വരുന്നത് കൊണ്ട് മാത്രമാണ്. ദൈവം അറുതിയില്ലാത്തവനാ. അറുതിയില്ലാതെ അവിടുന്ന് തരികയാണ്, ഒരു അളവില്ലാതെ അവിടുന്ന് തരുന്നത്. അപ്പം നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉള്ള് അടഞ്ഞ് അല്ലെങ്കിൽ തുറക്കാതെ, അല്ല ഉള്ളത്തിൽ വേറെ കാര്യങ്ങൾ കയറ്റി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. വേറെ പല കാര്യം നമ്മുടെ ഉള്ളിൽ കയറി ഇരിപ്പുണ്ട്, അത് നമുക്ക് എടുത്ത് കളയണം. ജെറുസലേം ദേവാലയത്തിൽ ഈശോ ചെല്ലുമ്പം മത്തായി 21 12 മുതലുള്ള തിരുവചനങ്ങളിൽ, മത്തായി 21:12 മുതലുള്ള തിരുവചനങ്ങൾ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തിട്ടിരുന്നവരെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളത് കവർച്ചക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. ഈശോ തട്ടിമറിച്ചിട്ടു. ഈശോ എത്ര വയലൻ്റായിട്ട് പെരുമാറുന്ന അവസരം വേറെ ബൈബിളില്ല, നമുക്കറിയാം. ചാട്ടയുണ്ടാക്കി കയറുകൊണ്ട് അടിച്ചോ ഇല്ലെന്ന് അറിഞ്ഞൂടെ, പക്ഷെ ചാട്ട വീശിച്ച് അടിയും കൊടുത്തു കാണും. ആരോടുള്ള വെറുപ്പല്ല, തീഷ്ണത. എൻ്റെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് തീഷ്ണത തന്നെ വിഴുങ്ങിക്കളഞ്ഞു. ഇത് പ്രാർത്ഥനയുടെ ഭവനമാണ്, ഇത് നിങ്ങളുടെ കൊള്ളക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. എല്ലാം തട്ടിമറിച്ചിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറയുകയാണ്. അങ്ങനെ എല്ലാം പുറത്താക്കി. അത് കഴിഞ്ഞ് സംഭവിക്കുന്നത് എന്നതാണ്? 14 അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിന്റെ പുത്രൻ ഹോശാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പ് വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി. നിയമജ്ഞരും പുരോഹിതന്മാരും അരിശപ്പെടുക. ഇപ്പം ഇച്ചിരി മുമ്പ് ആർക്കായിരുന്നു അരിശം? ഈശോയ്ക്ക്. അരിശത്തിന് കാരണം എന്നാണ്? പള്ളിയിൽ മുഴുവനും ഒച്ചയാണ്, ബഹളമാണ്. രണ്ടാമത്തെ അരിശം ആർക്കാണ്? പുരോഹിതർക്കും നിയമജ്ഞർക്കും. അരിശത്തിൻ്റെ കാരണം എന്താണ്? പള്ളിയിൽ മുഴുവനും ഒച്ചയാണ്, അല്ലേ? എന്താണ് ഒച്ച? ആദ്യത്തെ ഒച്ച കച്ചവടത്തിൻ്റെ, മൃഗങ്ങളുടെ. രണ്ടാമത്തെ ശബ്ദം സ്തുതിപ്പിൻ്റെ. ആദ്യത്തെ കേട്ടപ്പോൾ ഈശോ പറഞ്ഞു പറ്റത്തില്ല. രണ്ടാമത്തെ കേട്ടപ്പോൾ ഇവർ പറഞ്ഞു പറ്റത്തില്ല. നോക്കിക്കുക എൻ്റെ വിരോധാഭാസം. ഒരു പറയും, കർത്താവ് ഇവിടെ മിണ്ടാതിരിക്കാൻ പറ, ഇത് പള്ളിയല്ലേ, മിണ്ടാതിരിക്കാൻ പറ, ഒച്ച വെക്കുന്നത് കണ്ടില്ലേ? എന്താ ഈശോയുടെ മറുപടി? ഇവരെന്താ പറയുന്നത്, നീ കേൾക്കുന്നില്ലേ? ഈശോ പ്രതിപദിച്ച് 16-ാം വാക്യം, ഉവ്വ്, എൻ്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനത് കേട്ട് ആസ്വദിച്ചിരിക്കുക. ഉവ്വ്, കേൾക്കുന്നുണ്ട്, നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങൾ നീ സ്തുതി ഒരുക്കിയ നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? ഇതാണ് ഇവിടെ സംഭവിക്കേണ്ടത്.
അപ്പം ആ സ്തുതിപ്പ് ഉയരാൻ, പ്രാർത്ഥന ഉയരാൻ തടസ്സമായിട്ടുണ്ടായിരുന്നതിനെല്ലാം ഈശോ പുറത്താക്കി. ബലമായിട്ട് തന്നെ പറഞ്ഞു, എടുത്ത് മാറ്റാൻ പറഞ്ഞു. സംഭവിച്ചത് എന്നതാ? പക്ഷേ ഈശോയെ അവിടെ ആരും വിളിച്ചു കയറ്റിയതല്ല പള്ളിയിലോട്ട്. ഈശോ കയറി ചെന്ന് ദൈവത്തിൻ്റെ അധികാരത്തിൽ, പ്രവാചക തീഷ്ണതയിൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവർത്തിച്ചതാണ്. പക്ഷേ ഈശോയ്ക്ക് അവിടെ അധികാരമില്ലാത്തത് കൊണ്ട് വൈകുന്നേരം ആയപ്പോൾ ഈശോ എന്ത് ചെയ്തു? വീണ്ടും 17-ാം വാക്യം, അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബഥാനിയയിലേക്ക് പോയി അവിടെ താമസിച്ചു. പകലൊക്കെ പള്ളിയിൽ ഇങ്ങനെ പഠിപ്പിച്ചു. അവിടുത്തെ അഭിഷേക ശക്തിയിൽ ആരും എതിർത്തില്ല, പറ്റുകയില്ലായിരുന്നു. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ ഈശോ പോയി കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചു കാണും? ഈ കരാറെടുത്ത് തറവാട് കൊടുത്ത് കച്ചവട സ്ഥലം ഉറപ്പിച്ചിരുന്ന ആൾക്കാരൊക്കെ പരാതിയും കൊണ്ട് വന്ന് കടച്ചിട്ട് കാണിച്ചുകൊണ്ട്, ഇതേ 1 വർഷത്തേക്ക് ഇവിടെ കച്ചവടം ചെയ്യാനായിട്ട് നിങ്ങൾ ഇത്ര പൈസ മേടിച്ചതാ, ഞങ്ങൾക്ക് സംരക്ഷണം തരണം, ഞങ്ങളുടെ മേശ ഒടിഞ്ഞു, കസേര ഒടിഞ്ഞു, കാലൊടിഞ്ഞു, തട്ടിപ്പറിഞ്ഞു പോയി, നഷ്ടപരിഹാരം തരണം. അവർ പിന്നെ പൈസ കൊടുത്ത് ആശാരിയെ വരുത്തി കാലും ഒക്കെ ശരിയാക്കി വീണ്ടും അവിടെ പുനഃസ്ഥാപിച്ച് കൊടുത്തു. ഇനി ഞങ്ങൾ സൂക്ഷിച്ചോളാം എന്ന് ഉറപ്പും കൊടുത്തു. ദേവാലയത്തിൻ്റെ അവസ്ഥ പിന്നീട് ഈശോ പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് പോകും. ഇത് പ്രാർത്ഥനാലയമായിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ്. സോളമൻ ഉണ്ടാക്കിയത് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. ഇതൊരു കച്ചവട സ്ഥലമാക്കി നിലനിൽക്കാൻ അവകാശമില്ല. ഈശോ ഒരു ചാൻസ് കൊടുത്തു, തിരുത്താൻ തയ്യാറല്ല. അവസാനം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് അവസാനിച്ചു പോയി. ഈശോയ്ക്ക് ശേഷം ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ റോമാക്കാരൊക്കെ വന്ന് ജെറുസലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തി ദേവാലയം മുഴുവൻ ഇടിച്ച് നിരപ്പാക്കി. ഒരു കല്ലിൻ്റെ മുകളിൽ വേറൊരു കല്ലില്ലാത്ത രീതിയിൽ അത് തീർന്നു. എത്ര നാളത്തേക്ക് അങ്ങനെ ദേവാലയം ഇല്ലാതെ കിടന്നു? ജെറുസലേം ദേവാലയം റോമാക്കാർ വന്ന് ആക്രമിച്ച് നശിപ്പിച്ചിട്ട് എത്ര വർഷം കഴിഞ്ഞാൽ പിന്നെ പുനരുദ്ധരിച്ചത്? ഇന്നേ വരെയും അത് പിന്നെ പുതുക്കി പണിയാൻ പറ്റിയിട്ടില്ല. ഇതുവരെയും. ഇന്ന് ആ സ്ഥാനത്ത് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ മോസ്കാണ്. ജെറുസലേമിൻ്റെ പടം എവിടെയെങ്കിലും കാണുമ്പോൾ നോക്കിക്കോ, വലിയ ആ മലമുകളിലെ മോറിയ കുന്നിൻ്റെ മുകളിലാണ് നഗരം. ആ നഗരം ഒരു കുന്നുമുകളിൽ ഇങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ ഏറ്റവും നടുക്കായിട്ടൊരു സ്വർണ്ണ താഴികക്കുടം കാണാം പൊങ്ങി നിൽക്കുന്നത്. ഒരു സ്വർണ്ണ താഴികക്കുടം, തനി സ്വർണം കൊണ്ടുള്ള താഴികക്കുടമാണ്. അതാണ് ആ മോസ്കിൻ്റെ താഴികക്കുടം. അവിടെയാണ് ജെറുസലേം ദേവാലയം ഉണ്ടായിരുന്നത്. ഇന്ന് യഹൂദർക്ക് ആ ഒരു മുറ്റത്തിട്ട് കയറാൻ പോലും അനുവാദമില്ല. മുറ്റം കെട്ടി ഉണ്ടാക്കിയ വലിയ മതിലിൻ്റെ താഴെ, പടിഞ്ഞാറേ മതിലിൻ്റെ താഴെ പോയി നിന്ന് ഈ കല്ലേൽ ഇങ്ങനെ കൈവച്ച് അവർ കരയും. എന്നാണ് ദേവാലയം പണിയാൻ സാധിക്കുക? എന്നാണ് മെശിഹ വരിക? വിലാപത്തിൻ്റെ മതിൽ, ഇഷ്ടംപോലെ ഫോട്ടോകളൊക്കെ കാണാം അതിൻ്റെ. അപ്പോൾ ഇവിടെ ഈശോ ദേവാലയം ഇങ്ങനെ ശുദ്ധീകരിക്കാൻ നോക്കി, വേണ്ടാത്തൊക്കെ മാറ്റാൻ പറഞ്ഞുകൊണ്ട്. ഈ ദേവാലയം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ശരീരമാണ്. 1ാമത്തെ ദേവാലയം. അത് നമ്മൾ മനസ്സിലാക്കണം. വചനം എന്താ പറയുക? കൊരിന്തോസ് ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 1 കൊരിന്തോസ് 3. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് 3, 16, 17 തിരുവചനങ്ങൾ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. നിങ്ങളൊരു വീടാണ്, നിങ്ങളൊരു കൂടാണ്. ഓരോ കൂടിനും അതിൻ്റെതായ ഒരു അന്തരീക്ഷ അവസ്ഥയുണ്ട്. ആരാണോ അവിടെ താമസിക്കുന്നത് അതനുസരിച്ചാണ്. പന്നിക്കൂടിൻ്റെ അവസ്ഥ പന്നിയുടെ നിലവാരം അനുസരിച്ചാണ് വരുന്നത്. പക്ഷിയുടെ അവസ്ഥ വെച്ചാണ് പക്ഷിക്കൂട് വരുന്നത്. കന്നുകാലിയുടെ അവസ്ഥ വെച്ചാൽ കന്നുകാലിക്കൂട് വരുന്നത്. അപ്പം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പം ദൈവത്തിൻ്റെ അവസ്ഥ വെച്ചായിരിക്കണം നമ്മുടെ ഉള്ളം, ശരീരം എന്നതിനർത്ഥം. പരിശുദ്ധാത്മാവ് വസിക്കുന്ന വീടാണ്, കൂടാണ് ഈ മൺകൂടാരം. അതിൻ്റെ കാവൽക്കാരിയാണ് നമ്മുടെ തന്നെ അരൂപി. ഈ ശരീരത്തിൽ ശരീരവും ആത്മാവും ഒക്കെ വ്യത്യാസപ്പെടുത്തി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഈ ഒരു ചിന്ത നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് വസിക്കും, ഞാനും പിതാവും നിങ്ങൾ വന്ന് വാസം ഉറപ്പിക്കും എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ പറയുകയാണ്,
നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്ന ദൈവം നശിപ്പിക്കും. അതാണ് യഹൂദർക്ക് പറ്റിയത്. മോഷ്ടാക്കളുടെ ഗുഹയാക്കി. ഈശോ ചെന്ന് ബലമായിട്ടൊന്ന് മാറ്റിക്കൊടുത്തു, കാണിച്ചു കൊടുത്തു. പിള്ളേരെല്ലാം കൂടെ സ്തുതിച്ചു. എതിര് പറഞ്ഞ പുരോഹിതന്മാർ പറഞ്ഞു, ഇതാണ് ഇവിടെ സംഭവിക്കേണ്ടത്. നിങ്ങൾ വായിച്ചിട്ടില്ലേ തിരുലിഖിതം? കുഞ്ഞുങ്ങളുടെ കൊല്ല കുടിക്കുന്നവരുടെ അധരങ്ങളിൽ സ്തുതി ഒരുക്കി. ഇങ്ങനെ ഇവിടെ സ്തുതി ഉയരണം. ഇതിനു വേണ്ടിയാണ് ഈ ദേവാലയം ഉണ്ടാക്കിയിരിക്കുന്നത്. വായിച്ചിട്ടില്ലേ തിരുലിഖിതം? വചനത്തിൽ നിങ്ങളുടെ കിടപ്പില്ലേ? അത്രയും കാണിച്ചു കൊടുത്തു, പറഞ്ഞ് ബോധ്യം കൊടുത്തു. പിന്നെ ഈശോ ഇറങ്ങിപ്പോന്നു. ആരുടെയും പടലിക്ക് പിടിച്ച് ഈശോ നന്നാക്കുകയല്ല. അവർ വീണ്ടും പഴയ കച്ചവട സ്ഥലമാക്കി. അപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. അത് ദൈവം നശിപ്പിക്കുന്നതല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലെന്നായി കഴിയുമ്പം അത് തന്നെ അറ്റുകെട്ട് പോകുന്നതാണ്. വീടുണ്ടാക്കിയിട്ടിട്ട് താമസിക്കാൻ ആളില്ലെന്നോ അത് ചുമ്മാ കിട്ട് കിടന്നാൽ വീട് കുറച്ച് കഴിയുമ്പം പോകും. മനുഷ്യൻ്റെ വീട് മനുഷ്യ താമസമില്ലെന്നായി കഴിയുമ്പം ചെതലും ഉറുമ്പും പുഴുവും എലി എല്ലാം കയറി തീർന്നു പോകും. ഇതുപോലെ ദൈവത്തിൻ്റെ ആലയം, നമ്മുടെ ശരീരം, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നില്ല എന്നായി കഴിയുമ്പം അവിടെ കയറി പൈശാചിക അരൂപികള്, ദുരാത്മ സംഘങ്ങള് കയറി അതിനെ നശിപ്പിച്ചു കളയും. 1 കൊരിന്തോസ് 6:19-20 നിങ്ങൾ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മൾ സ്തുതിച്ച് പാടിയപ്പം ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഈ ശരീരം കൊണ്ട് എന്തുമാത്രം പിശാചിനെ സേവിച്ചിട്ടുണ്ട്. വെറുപ്പ്, അശുദ്ധി, ആസക്തി, വിദ്വേഷം, ചീത്തവാക്കുകൾ, ഇങ്ങനെയുള്ള തിന്മയ്ക്ക് വേണ്ടി ശരീരം കൊടുത്തിട്ടുണ്ട്. നിന്റെ അധരം കൊടുത്തിട്ടുണ്ട്, നിന്റെ സ്വരം കൊടുത്തിട്ടുണ്ട്, നിന്റെ കണ്ണുകൾ കൊടുത്തിട്ടുണ്ട്. കൈ കൊണ്ടുപോയി എന്തെല്ലാം വൃത്തികേട് തൊട്ടും പിടിച്ചും ചെയ്തിട്ടുണ്ട്. കാലുകൊണ്ട് എന്തെല്ലാം വൃത്തികേട് സ്ഥലത്ത് പോയിട്ടുണ്ട്. അങ്ങനെ ശരീരത്തിൻ്റെ ഓരോ അവയവം കൊണ്ട് എന്തുമാത്രം തിന്മ ചെയ്ത് പിശാചിനെ സേവിച്ചിട്ടുണ്ട്. ആ ശരീരം കൊണ്ട് ഈ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൈ അടിച്ച് ഒന്ന് തുള്ളിച്ചാടി സ്വരം ഉയർത്തി ഹല്ലേലൂയ പാടിക്കേ. നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം കെട്ട കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും പറഞ്ഞും ചെയ്തും തൊട്ടും പിടിച്ചും അങ്ങനെ തമ്പുരാനെ അവിടെ നാട്ടിപ്പായച്ചതിൻ്റെ ഫലമായി ഒരുപാട് അസുഖങ്ങൾ പോലും ഇങ്ങനെ വന്ന് കയറുന്നതാണ്. തമ്പുരാൻ ഇല്ലെന്നായി കഴിയുമ്പോൾ സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഭാരം, ഉറക്കമില്ല, വിശപ്പില്ല, പിന്നെ പ്രഷറും ടെൻഷനും, അതിൻ്റെ കൂടെ പിന്നെ അങ്ങനെ ഇതൊക്കെ സംഭവിക്കുകയാണ്. മത്തായി 12:43 അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടിയ വരണ സ്ഥലം കൊണ്ട് അലഞ്ഞു നടക്കുന്നു, കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയും, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. പറയുന്നത് എന്നാ നോക്കിക്കുന്നത്? ഈശോയുടെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ്. ലൂക്കാസ് സുവിശേഷം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പുറത്ത്. ഈ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുന്നു, അതിനർത്ഥം മനുഷ്യൻ്റെ കൂടെ ആയിരുന്നു. അശുദ്ധാത്മാവ് വസിക്കുന്ന ആയിരിക്കേണ്ടത് അശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമായി ഭവിച്ചു എങ്ങനെയോ ആ മനുഷ്യൻ്റെ കാര്യത്തിൽ എന്നാണ് അതിനർത്ഥം. ഇറങ്ങിപ്പോയ അശുദ്ധാത്മാവ് കറങ്ങി നടക്കുന്ന ആശ്വാസമില്ലാതെ അതിനേതെങ്കിലും ഒരു കൂട് വേണം. അരൂപികളുടെ ഒരു ദാഹം ഒരു 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 ശരീരം കിട്ടാനാണ് എന്ന് പറയാറുണ്ട്. പൈശാചിക അരൂപികൾക്ക് ഒരു ശരീരം സ്വന്തമായിട്ട് കിട്ടാൻ വലിയ ദാഹമാണ്, ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ലഗിയോൻ പന്നിക്കൂട്ടത്തിലൂടെ കയറിക്കോട്ടെ ചോദിക്കുകയാണ്. ഇറങ്ങിപ്പോകണം നിർബന്ധമാണെങ്കിലും എന്നാൽ പന്നിയിലെങ്കിലും പോയി കയറിക്കോട്ടെ ഈശോ അനുവദിക്കുകയാണ്. അപ്പം എവിടെ പോയി കയറണം നോക്കി, അത് കൂട് വേണം, വസിക്കാൻ ഒരു കൂട് തപ്പി നടക്കുന്ന അരൂപി. അപ്പോൾ 44 വാക്യം നോക്കിക്കേ, അത് പറയുകയാണ്, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. എൻ്റെ ഭവനമെന്ന് ഈ അശുദ്ധാത്മാവ് പറയുന്ന എന്തിനെ പറ്റിയാ? ഏതെങ്കിലും കന്നുകാലിക്കൂടോ പക്ഷിപ്പത്തോ മരപ്പത്തോ കല്ലിൻ്റെ ഇടുക്കോ അള്ളോ വല്ലതാണോ? ഒരു മനുഷ്യനെ പറ്റിയാണ്. ഈശോ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന വചനമാണ്. അപ്പോൾ ഒരു മനുഷ്യനെ നോക്കിയിട്ട് എൻ്റെ വീടാണെന്ന് പറയാൻ ഒരു പൈശാചിക അരൂപിക്ക് സാധിക്കുന്നു. അപ്പുറത്ത് നമ്മൾ കണ്ടു, എൻ്റെ വീടാണ് നമ്മൾ നോക്കി പറയേണ്ടത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിനെ നമ്മളവിടെ നാട്ടി ഓടിച്ചാൽ അവിടെ കയറി വാസമർപ്പിക്കാൻ വേറെ അരൂപികളുണ്ട്. മനുഷ്യൻ താമസമില്ലാത്ത വീട്ടിൽ കള്ളന്മാർ കയറാൻ നോക്കും,
ആൾപ്പാർപ്പില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇടിച്ചു കയറാൻ ആൾക്കാരുണ്ട്. അങ്ങനെ ആരും കയറിയില്ല തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എലിയും ചതുരും ഇതൊക്കെ വന്ന് കയറി അതിന് ശരിയാക്കും, അതിൻ്റെ കൂടായിട്ട് മാറും. എന്ന് പറഞ്ഞ പോലെ വസിക്കേണ്ട പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഒരു വ്യക്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പം അവിടെ വന്ന് കയറാൻ വാസമുറപ്പിക്കാൻ ഇങ്ങനെയുള്ള സാന്നിധ്യങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പൈശാചിക അരുവികളെ പറ്റിയുള്ള ബോധ്യങ്ങൾ മാറ്റിവെച്ചിട്ട് നമുക്ക് ബൈബിള് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ പോയി 5 വർഷം മെനക്കെട്ട് വായിച്ച് പഠിച്ചതാ. ഡോക്ടറേറ്റ് എടുക്കാൻ മാത്രം ഈ സേറ്റനോളജിയും ഡീമനോളജിയും ഞാൻ വായിച്ച് പഠിച്ചിട്ട് തന്നെ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നത്. പൈശാചികമായ കെണികളെപ്പറ്റി പ്രവർത്തനങ്ങളെ പറ്റിയുള്ള കാര്യം അവഗണിച്ചുകൊണ്ട് ഈശോ എന്ന രക്ഷകനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനേ പറ്റത്തില്ല. ഈശോയുടെ ശുശ്രൂഷയുടെ പശ്ചാത്തലമായിട്ട് നിൽക്കുന്നത് പൈശാചികമായ ശക്തികളുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളുമാണ്. ഈശോ വാ പൊളിച്ചപ്പോഴേ പ്രസംഗം ആരംഭിച്ച് പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. ചില പ്രസംഗത്തിൻ്റെ ആരംഭം അവിടെയാണ്. ഈ ദൈവരാജ്യം എന്നുള്ള വാക്ക് തന്നെ, ആശയം തന്നെ വരുന്നത് അതിൻ്റെ പശ്ചാത്തലം എതിരായിട്ടുള്ള നരകരാജ്യത്തിൻ്റെ സാധ്യതയിൽ നിന്നാണ്. നരകരാജ്യത്തെ തകർത്തുകൊണ്ടാണ് ദൈവരാജ്യം വരുന്നത്. നമുക്കത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വ്യക്തത നമുക്ക് വേണം. അതൊക്കെ പേടിക്കാനല്ല, കലക്കമെടുക്കാനല്ല, ഭാരപ്പെടാനല്ല. കാരണം ഈശോ നമ്മൾക്ക് വിജയം നേടി തന്നിട്ടുണ്ട്, പിശാചിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിശാചുകളെ ബഹിഷ്കരിക്കും എന്ന് ഈശോ പറയുന്നുണ്ട്. നമുക്കറിയാം. ഇവിടെ നോക്കിക്കുകയും 44-ാം വാക്യം, ഇറങ്ങിപ്പോന്ന് എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും, അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. ആളൊഴിഞ്ഞ് കിടക്കുന്നൊരു വീട് ആയിട്ട് ആ മനുഷ്യൻ മാറിയിരിക്കുന്നു. എന്താ ഈ ആളൊഴിഞ്ഞ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ആളെന്ന് പറയുന്നത് ചുമ്മാ വെറും ഒരു വ്യക്തിയല്ല. അതിനപ്പുറം വീടിൻ്റെ ആളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥനാ. ഒരു വീട്ടിൽ വന്ന ആൾക്കാർ ബെല്ലടിക്കുക, ബെല്ലടിച്ച് കഥ അകത്തുനിന്ന് അവിടുത്തെ ജോലിക്കാരിയാ, അല്ല ജോലി ചെയ്യുന്ന ആളാ, തുറന്നിട്ട് പറയാ ഇവിടെ ആളില്ല. അപ്പം നീ പിന്നെ ആളല്ലേ എന്ന് ചോദിക്കുവോ? ഇല്ല. എന്നാ ചോദിക്കും വന്നവർ? അവരവിടെ പോയി, എപ്പോഴാ വരുന്നേ? ഇങ്ങനെ ചോദിക്കുള്ളൂ. ആളില്ല എന്ന് പറയുമ്പോൾ അകത്ത് നിൽക്കുന്ന ആളായി പറയുന്ന ആളില്ലെന്ന്. അതിനർത്ഥം എന്താ? ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ആളല്ല, ഈ വീടിൻ്റെ ഉടമസ്ഥനല്ല ഞാനിവിടെ ജോലിക്ക് വന്നേ ഉള്ളൂ, ഇവിടുത്തെ ആൾ വേറെയാ. ആളൊഴിഞ്ഞ് കിടക്കുമെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നമ്മുടെ ഉള്ളത്തിൻ്റെ ആളെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാ, ഉടമസ്ഥൻ. പരിശുദ്ധാത്മാവ് ഉടമസ്ഥൻ. അവിടുത്തെ കാര്യസ്ഥയോ നമ്മുടെ അരൂപി. ആളൊഴിഞ്ഞെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവില്ല, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ല. അടിച്ചുവാരി സജ്ജീകരിച്ചിട്ടൊക്കെയുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടിരിക്കുന്ന കൂട്ടി കയറി കിടക്കാൻ എന്തിനും ഇഷ്ടമാണ്, പന്നിക്ക് പോലും ഇഷ്ടമാണ്. കയറി കിടന്ന് പിന്നെ പന്നിൻ്റെ അവസരമാക്കുന്നേ ഉള്ളൂ. കന്നുകാലിക്കും ഇഷ്ടമാണ് ഒന്നാം തരം തന്നെ കയറി കിടക്കാൻ. ഇവിടെ എല്ലാം വേലി കെട്ടി വെച്ചിരിക്കുന്ന ഇവിടുത്തെ ഒരു കന്നുകാലിയുണ്ട്, അത് വന്ന് കയറി ഇവിടെ എല്ലാം കയറി കിടക്കും. ഈ മോണ്ടതിലൊക്കെ കയറി കിടക്കുമായിരുന്നു. അവർക്കിഷ്ടം നല്ല സ്ഥലത്ത് കയറി കിടക്കാൻ. കിടന്നു കഴിയുമ്പോൾ അവരുടെ രീതി ആക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അടിച്ചുവാരി സജ്ജീകരിച്ചു, കാര്യമില്ല, ആളില്ല, ആള് വേണം. അതുകൊണ്ടത് പോയിട്ട് തന്നേക്കാൾ ദുഷ്ടരായ 7 അശുദ്ധാത്മാക്കളെ കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നു, കയറി താമസം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം പൈശാചക്തികൾക്കിടയിൽ ഇങ്ങനെ ദുഷ്ടത ശക്തി കൂടിയതും കുറഞ്ഞതുകൊണ്ട് എന്നിവിടെ ഈശോ അതൊരു പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ ശോചനീയമായി തീരുന്നു. ഈ ദുഷിച്ച തലമുറയ്ക്ക് ഇത് തന്നെയായിരിക്കും അനുഭവം, ഒരു താക്കീത്, ഒരു നൊമ്പര ഈശോ പറയുകയാണ്. ദുഷിച്ച് കിടക്കുന്ന തലമുറ, ദുഷിച്ച ഉള്ളങ്ങൾ, അവിടെയാണ് ഇങ്ങനെ സംഭവിക്കുക. അവിടെ ദുഷിപ്പുകൾ കളയണം. അത് ജെറുസലേം ദേവാലയത്തിൽ കയറി തട്ടിമറിച്ചിട്ടു, ദൂരെ കളയാൻ പറഞ്ഞു, എടുത്തു മാറ്റ്. നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ ഈശോയെ വിളിക്കുമ്പം ഈശോ ഇതുപോലെ പല കാര്യം എടുത്തു മാറ്റാൻ ആവശ്യപ്പെടും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ജായറോസ് എന്ന് പറഞ്ഞ ഒരു സിനഗോഗ് അധികാരി അവിടെ വന്നിട്ട് എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, വീട്ടിലേക്ക് ഒന്ന് വരാവോ എന്ന് ചോദിച്ച് ഈശോയെ കൂട്ടിക്കൊണ്ട് പോകാൻ വരികയാണ്. അപ്പോൾ ഈശോ അവളുടെ കൂടെ പോവുകയാണ്. പോകുന്ന വഴിക്ക് രക്തസ്രാവക്കാരി വന്ന് വസ്ത്രത്തിൻ്റെ വെളുമ്പെ തൊടുന്നു, അവൾക്ക് സൗഖ്യം കിട്ടുന്ന സംഭവം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 36 മുതൽ തിരുവചനങ്ങൾ അല്ലെങ്കിൽ 35 തിരുവചനം
35 രക്തസ്രാവക്കാരി സൗഖ്യം പ്രാട്ടി. അപ്പോഴേ എന്നെ സംഭവിച്ചു, ഈശോ സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു, ഗുരുവിനെ ഇനി എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു? ഇത് കേട്ട് ഈശോ സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്പൊ സിനഗോഗ് അധികാരിക്ക് വിശ്വാസമായിരുന്നു ഈശോ വന്നാൽ തൻ്റെ കൊച്ചിന് സൗഖ്യം കിട്ടും. അങ്ങനെ ഈശോയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പക്ഷെ പോകുന്ന വഴിക്ക് താമസം വരുന്നു, ഒരു രക്തസ്രാവക്കാരി സൗഖ്യം കിട്ടുന്നു. അത് കഴിഞ്ഞ് തിരിയാൻ തുടങ്ങുമ്പോഴാണ് വീട്ടിൽ നിന്ന് ആള് വരുന്നത്, കൊച്ചു മരിച്ചു പോയി, ജായറോസേ ഇനി ഗുരുവിനെ വേഗം പറഞ്ഞു വിട്ടിട്ട് വേഗം വാ, ഇനി അടക്കിൻ്റെ കാര്യമെല്ലാം ചിന്തിക്കണം, ആൾക്കാരെ അറിയിക്കണ്ടേ, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട എന്നാണ് അവർ പറയുന്നത്. ഇനി ഗുരുവിനെ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു? ജായറോസ് കേട്ടപ്പോൾ പെട്ടെന്ന് മോള് മരിച്ചതിൻ്റെ ഷോക്ക്, അങ്ങനെ അങ്ങ് ഞടുങ്ങുമ്പം ഈശോ കയറി പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈശോയുടെ ആ നന്മ, യോവാറാസിൻ്റെ വിശ്വാസം കെട്ടുപോകാൻ മാത്രം. ചില തീ കത്തുന്നിടത്തോട് ഒരു ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചാൽ തീ കെട്ടുപോകും. യോവാറാസിന് വിശ്വാസത്തിൻ്റെ തീ ഉണ്ട്, അത് വെച്ചാൽ ഈശോയെ വിളിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ ഇതാ ഇപ്പം ഈ മരണ അറിയിപ്പ് ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുന്ന പോലെ ഇനി വരികയാണ്. ഈശോ അത് കണ്ടു. ഇപ്പം യോവാറാസിൻ്റെ വിശ്വാസം കെട്ടിട്ട് അങ്ങേര് കരഞ്ഞ്, കർത്താവേ ക്ഷമിക്കണേ, അങ്ങ് പൊക്കോ, ഞാൻ പോവുക എന്ന് പറഞ്ഞ് അങ്ങ് വീട്ടിലേക്ക് ഓടാൻ തുടങ്ങുന്ന സാഹചര്യം കണ്ട് ഈശോ എന്നാ ചെയ്തു? ഈശോ ചാടി പറയുകയാണ്, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മരിച്ചു എന്നുള്ള വാർത്ത ദൂരെ പോയി. പിന്നെ ഈശോയാ തീരുമാനിക്കുന്നത് എന്താന്നുള്ളത്. ഈശോ ചെയ്ത് നോക്കിക്കുക. പിന്നെ പത്രോസും യാക്കോബിന്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തൻ്റെ കൂടെ പോരാൻ ഞാൻ അനുവദിച്ചില്ല. ചില കാര്യങ്ങൾ ഈശോ തൻ്റെ ഇടമായിട്ട് കയറി അങ്ങ് ചെയ്യുകയാണ്. അപ്പസ്തലർ കൂടെയുള്ളവരെ പറ്റി വലിയ ജനക്കൂട്ടം കൂട്ടത്തിൽ വരുന്നുണ്ട്. കാരണം അപ്പുറത്ത് പറയുന്നുണ്ട്, ഈശോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 25-ാം വാക്യം പറയുന്നുണ്ട്, ഒരു വലിയ ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി പിന്തുടർന്നു. കാരണം രോഗിയായി കിടക്കുന്ന കൊച്ചിനെ സുഖപ്പെടുത്താൻ വേണ്ടി കർത്താവ് പോകുന്ന ഒരു അത്ഭുതം കാണാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്? അത്ഭുതം കാണാൻ എല്ലാവർക്കും ആവേശമാണ്, ജിജ്ഞാസ. അതുകൊണ്ട് തിക്കി ഞെരിക്കും ഒപ്പം നിൽക്കുന്നത്. അങ്ങനെ വരുന്ന ജനക്കൂട്ടം ശിഷ്യര് ഇവിടെ വന്നപ്പോൾ ഈശോ പറയാണ്, പത്രോസ് ഇങ്ങോട്ട് വന്ന്, യോഹന്നാൻ യാക്കോബ് എന്തി ഇവിടെ ഇങ്ങോട്ട് വാ. 3 പേരെ വിളിച്ചു. ബാക്കി അപ്പോസ്തലന്മാർ എനിക്ക് പറയാണ്, നമ്മുടെ തോമാസ്ലീഹായ്ക്ക് ഉൾപ്പെടെ ഇവിടെ നിൽക്കുക, നിങ്ങൾ ജനങ്ങൾ ആരും പോരണ്ട, ഇവിടെ നിൽക്കുക. ഈ 3 പേരെയും വിളിച്ച് ഈ അപ്പനെയും കൂട്ടി ഈശോ അങ്ങ് പോവുകയാണ്. ബാക്കി എല്ലാവരും നടുവഴി പെരുവഴി നിൽക്കുകയാണ്. വീടങ്ങ് അകലെ, അവിടെ കാണാത്രേ ഉള്ളൂ. അപ്പസ്തലന്മാർ ബാക്കിയുള്ളവരെ പോലും ഈശോ കൂട്ടത്തിൽ കൂട്ടിയില്ല, അവിടെ നിർത്തി, ജനക്കൂട്ടത്തെ നിർത്തി. എന്നിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോഴോ വീട്ടിലെത്തി അവിടെ ആളുകൾ വലിയ ബഹളം വെക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്ന അവൻ കണ്ടു. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, എന്തിനാ നിങ്ങൾ ബഹളം വെക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവർ അവനെ പരിഹസിച്ചു. അടുത്ത വാക്യം നോക്കിക്കേ. അവനാകട്ടെ അവരെല്ലാവരെയും പുറത്താക്കി. ഹല്ലേലൂയ. എന്താ അതിൻ്റെ പ്രസക്തി? അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും 3 അപ്പസ്തലന്മാരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിട്ട് അവൻ കിടന്നു. എന്നിട്ടാണ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. ആ വീട്ടിൽ ചെന്ന് കയറുമ്പം അവിടെ ഉണ്ടായിരുന്ന ഈ കരയുന്നവര്, അലമുറയിടുന്നവര്, വിലപിക്കുന്നവര്, കൂടിയിരുന്ന ആൾക്കൂട്ടം, അവര് മുഴുവനും ജായറോസിന്റെ സ്വന്തക്കാരാ. ശരിയാണോ? ചുമ്മാ വഴിപോക്കരൊന്നുമല്ല, ചന്തസ്ഥലത്തെ ആൾക്കാരല്ല, ജായറോസിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരാ. കൊച്ചിന് അസുഖം കൂടിയെന്ന് കേട്ടപ്പോൾ ഓടി വന്നവരാരാ? വേണ്ടപ്പെട്ടവരാ. ഏറ്റവും അടുത്ത സുഹൃത്തുക്കള്, ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങള്, ഏറ്റവും അടുത്ത അയൽക്കാർ എല്ലാവരും വന്നിട്ടുണ്ട്. കാരണം കൊച്ചതുപോലെ ഭരണാസനെ കടക്കുക. അങ്ങനെ വന്ന് നിൽക്കുന്ന ആൾക്കാരാ. ഈ പറഞ്ഞ ആൾക്കാരെ മുഴുവനാണ് ആ കുടുംബത്തിൻ്റെ നാഥനായ യായറോസിനോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഈശോ ഇറക്കി വിടുന്നത്. ഇതെന്നാ മര്യാദയാ? ഇതെന്നാ മര്യാദയാ? ജായറോസിന്റെ വീട്ടിൽ കയറി ജായറോസിന്റെ വീട്ടുകാരെ എല്ലാം ഈശോ പുറത്തിറക്കി വിടുകയാണ്. എല്ലാവരെയും പുറത്താക്കി, കഥ കടച്ചു. ജായറോസ് ഉപ്പാപ്പനെയും പേരപ്പനെയും അങ്കിളിനെയും ആൻറ്റിയും ഒക്കെ ഈശോ ഇറക്കി വിടുന്ന, കർത്താവേ അത് എൻ്റെ ഉപ്പാപ്പനാ, എൻ്റെ വല്യപ്പച്ചനാ, എൻ്റെ പറയാൻ തോന്നിക്കാണും. പക്ഷെ പറഞ്ഞില്ല, ഈശോയെ തടഞ്ഞില്ല ജായറോസ്. അങ്ങനെ ഇറക്കി വിട്ടിട്ടാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യാനൊരു അന്തരീക്ഷം ഈശോയുടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ അന്തരീക്ഷം നിന്നുകൊണ്ടാണ് ഈശോ ഇവളെ പിടിച്ചേൽപ്പിക്കുക.
അങ്ങനെ ഈശോ ചെയ്തു. ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ കൈക്ക് കയറി പിന്നെ പിടിക്കരുത്. മനസ്സിലായോ എന്നാ പറഞ്ഞെന്ന്? ഈശോയെ നീ രക്ഷകനായി, ദൈവമായി, ദൈവപുത്രനായിട്ട് കണ്ട് നിന്റെ ജീവിതത്തിലേക്ക് നീ വിളിക്കുകയാണ് എങ്കിൽ പിന്നെ കർത്താവിൻ്റെ കൈക്ക് കയറി പിടിച്ച് വിലങ്ങരുത്. എടുത്ത് ദൂരെ കള എന്ന് ഈശോ ഏതെങ്കിലും കാര്യത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ അത് ദൂരെ കളയണം. ഇന്ന വ്യക്തിയെ ഇറക്കി വിട് എന്ന് പറഞ്ഞാൽ അയ്യോ അതെൻ്റെ അപ്പാപ്പന, ഉപ്പാപ്പന, പേരപ്പന, അങ്കിള, എനിക്ക് ആ വ്യക്തിയെ കൂടെ ജീവിക്കാൻ മേല, അങ്ങനെ പറയരുത്. നമ്മൾ ഈശോയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ ഈശോ ആ സ്വാതന്ത്ര്യം എടുത്ത് ഏറ്റവും ഉചിതമായ രീതി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കും. അതിന് മനസ്സുണ്ടെങ്കിലേ ഈശോയെ വിളിച്ച് കയറ്റാവുള്ളൂ. നമ്മൾ ഈ ദിവസങ്ങൾ ഇങ്ങനെ വചനത്തിലൂടെ മുന്നോട്ട് നീങ്ങുമ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്കെല്ലാം ഈശോ കയറി വരും. ആ മുറിയിൽ, ഈ മുറിയിൽ, അപ്പുറത്തെ മുറി, ഇപ്പുറത്തെ മുറി, കട്ടിക്കീഴെ, അലമാരിക്കകത്ത്, അലമാരുടെ പുറകിൽ ഒക്കെ ഈശോ കടന്നു വന്ന് നമുക്ക് വേണ്ടാത്ത എല്ലാം എടുത്ത് കളയാൻ പറയും. ചിലതൊക്കെ നമുക്ക് ചങ്ക് കീറിപ്പോകുന്ന പോലത്തെ അനുഭവമായിരിക്കും, ഒരിക്കലും നഷ്ടമാവുകയല്ല. ഒരു പെന്തക്കോസ്ത് ശുശ്രൂഷകയായിരുന്നു കാതറിൻ കുളുമാൻ, ഒരു സ്ത്രീ. ഒരു രോഗശാന്തിയുടെ വലിയ അഭിഷേകം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. വലിയ അത്ഭുതങ്ങൾ ഇങ്ങനെ കൂട്ടമായിട്ട് സംഭവിക്കുക. 10,000-കണക്കിന് ആളുകൾ ഇങ്ങനെ കൂടുമായിരുന്നു അവരുടെ ശുശ്രൂഷയ്ക്ക്. അങ്ങനെ ശുശ്രൂഷ മുന്നോട്ട് പോകുമ്പം ആ ശുശ്രൂഷയിൽ ഗാന ശുശ്രൂഷയ്ക്ക് വന്നിരുന്ന ഒരു മനുഷ്യൻ, പേര് ഞാൻ വിട്ടുപോയി, വിവാഹിതൻ, 2 കുഞ്ഞുങ്ങളുടെ അപ്പൻ. ഈ മനുഷ്യനുമായിട്ട് ഈ കാതറിൻ കുളുമാൻ ഒരു വേണ്ടാത്ത അടുപ്പം ഉണ്ടായി. ഒരുമിച്ച് ശുശ്രൂഷയ്ക്ക് പലയിടത്ത് പോയി യാത്ര ചെയ്ത് ഒരുമിച്ചായിരുന്നു. ഇങ്ങനെയൊക്കെ വന്ന് എങ്ങനെയോ ഇവർ തമ്മിലൊരു വേണ്ടാത്ത അടുപ്പം അങ്ങ് വന്ന് ഇവർക്ക് നല്ലപോലെ അറിയാം ചെയ്യുന്ന തെറ്റാണ്, ഇത് വേണ്ടാത്ത ബന്ധമാണ്, ഭാര്യയും മക്കളും അങ്ങേർക്കുണ്ട്, ഞാൻ ചെയ്യാൻ പാടില്ല. പക്ഷേ എന്തോ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, അങ്ങേർക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഇവർ അന്ധമായിട്ടങ്ങ് നീങ്ങി. സംഭവിച്ചെന്നു വെച്ചാൽ അങ്ങേര് വിവാഹമോചനം ചെയ്ത് ഭാര്യയും മക്കളെയും വിട്ടു. എന്നിട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി, ഭാര്യ ഭർത്താക്കന്മാരായിട്ട്. അതോടുകൂടെ ശുശ്രൂഷയുടെ അഭിഷേകം തീർന്നു. പഴയ പേരുള്ളത് കൊണ്ട് ആൾക്കാർ ഇങ്ങനെ ഇവരുടെ ശുശ്രൂഷയെടുത്തെല്ലാം വന്നുകൊണ്ടിരിക്കുക. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശുശ്രൂഷയുടെ അഭിഷേകമില്ല. പ്രാർത്ഥിക്കുന്നു, ആജ്ഞാപിക്കുന്നു, പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. പറയാനുള്ള കരുത്ത് കിട്ടുന്നില്ല. കാതറിൻ കുളുമാന് പാട്ടും പാടിയിട്ട് അഭിഷേകമാകുന്നില്ല. അവസാനം വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്ക് ഇവളിങ്ങനെ സ്റ്റേജിൻ്റെ മൂലയ്ക്ക് തന്നെ ഒരു കസേരയിട്ട് ഇരിക്കുന്ന അവസ്ഥയായി. അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന, ശുശ്രൂഷ തകർന്നു, ആൾക്കാരും വരുന്നില്ലെന്നായി, തീർന്നു. അപ്പം ഇവർ ഒരുമിച്ച് താമസിക്കുകയാണ്. ഭയങ്കര സ്നേഹം. അവൾ പറയുകയാണ്, അവളുടെ ആത്മകഥ എഴുതിയിട്ടുണ്ട്, ഞാൻ ദൈവത്തെക്കാൾ അധികമായി അങ്ങേരെ സ്നേഹിച്ചു. മിസ്റ്റർ എന്നാണ് വിളിച്ചിരുന്നത്. അതുപോലെ അങ്ങ് സ്നേഹിച്ചു, പ്രേമിച്ചു, അങ്ങോട്ട് ആർത്തി പിടിച്ച്. അങ്ങേരെ കൂടാതെ എനിക്ക് ജീവിക്കാനേ പറ്റത്തില്ല, ചിന്തിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ജീവിതം അങ്ങനെ അങ്ങ് ആയിപ്പോയി. പക്ഷേ ഇവിടെ ഉള്ളിൽ നമുക്കറിയാമായിരുന്നു ഇത് തെറ്റാണ്, 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 വേണ്ടാത്തതാണ്. പക്ഷെ എങ്ങനെ ഇതൊന്ന് ഊരിയെടുക്കും? അങ്ങനെ വന്ന് ഒരു ദിവസം ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വഴിയെ നടക്കുകയാണ്. സർവ്വ അഭിഷേകവും പോയി, സന്തോഷവും പോയി, ഐശ്വര്യവും പോയി. ഇങ്ങനെ നടക്കുക, വഴിയെ നടന്ന് എങ്ങോട്ടാ പോകുന്നില്ലക്കില്ല. ആൾക്കാർ താമസിക്കുന്ന ഏതോ ഒരു പ്രദേശത്തോടെ നടന്ന് ചെന്ന് കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് മുമ്പിൽ ഇങ്ങനെ ഒരു ഭിത്തിയാണ്. റോഡ് അവിടെ അങ്ങ് തീർന്നു, ഡെഡ് എൻഡ്. ഒരു ബോർഡ് ഇരിപ്പുണ്ട് അവിടെ വഴി അത്രേ ഉള്ളൂ. അവിടെ താമസിക്കുന്ന ആൾക്കാർക്കുള്ള വഴി അത്രേ ഉള്ളൂ. ഈ ഭിത്തിയുടെ മുമ്പിൽ വന്നപ്പോൾ അവൾ കണ്ണു തുറന്ന് നോക്കുന്ന ഇങ്ങനെ ഒരു പരിസരബോധം ഉണ്ടായത്. നോക്കിയപ്പോൾ ഉണ്ട് ഡെഡ് എൻഡ്, അങ്ങോട്ടില്ല. അവളവിടെ തരിച്ച് നിൽക്കുക കുറേ നേരം. അവളതേപ്പറ്റി എഴുതിയിരിക്കുകയാണ്, എനിക്ക് മനസ്സിലായി ഞാൻ ഈ പോകുന്ന പോക്ക് ഒരു ഡെഡ് എൻഡിലേക്കുള്ള പോക്കാണ്. എനിക്കിങ്ങനെ മുന്നോട്ടിന് പോകാൻ പറ്റത്തില്ല. ഞാനൊരു യൂ ടേൺ എടുക്കണം, തിരിഞ്ഞു വരണം. അവസാനം അവൾ തീരുമാനിക്കുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ യൂ ടേൺ എടുക്കും, ഞാൻ തിരിച്ചു വരാൻ പോവുകയാണ്. ആ തിരിച്ചു വരവ് അവൾ പറയുകയാണ്, പിന്നെ ഞാൻ വീട്ടിൽ കയറിയില്ല, മിസ്റ്ററിൻ്റെ അടുത്തോട്ട് പോയില്ല.
അതേപ്പറ്റി അവൾ എഴുതിയിരിക്കുകയാണ്, കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാൻ ഈശോ പറഞ്ഞിട്ടുണ്ട്. അത് സ്വയം ഉപേക്ഷിച്ചിട്ട് വേണം കുരിശെടുത്ത് വരാനെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. സ്വയം ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ നമ്മൾ കുരിശ് വഹിക്കാനായിട്ട് എല്ലാവരും തയ്യാറാണ്. കർത്താവിൻ്റെ കുരിശ്, കർത്താവ് തന്ന കുരിശ് നമ്മൾ എടുത്തുകൊണ്ട് പറക്കുന്നു, പക്ഷേ സ്വയം ഉപേക്ഷിക്കുന്നില്ല. ഈ സ്വയം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങളത് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ്. ഞാനത് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം എന്താണ് അതിൻ്റെ നൊമ്പരമെന്ന്, അതിൻ്റെ വില കൊടുക്കൽ എന്താണെന്ന് എനിക്കറിയാം. സ്വയം ഉപേക്ഷിക്കുക. സ്നേഹമുള്ളവരെ, ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള ഈശോയുടെ ഒന്നാമത്തെ ഉപദേശം എന്താ? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിക്കുക. ഇല്ലേ? മർക്കോസ് 8 തൊട്ടപ്പുറത്ത് കിടപ്പുണ്ട്. 8-ാം അധ്യായത്തില് 34-ാം വചനം. മർക്കോസ് 8:34. ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ചിട്ട് കുരിശ് എടുത്തോണ്ട് വാ. ഈശോ ഗാഗുൽത്തായിലേക്ക് പോയപ്പം കുരിശെടുത്ത് ഈശോ പോയി സ്വയം ഉപേക്ഷിച്ചിട്ടാണ്. ആ കുരിശം കൊണ്ട് പോകുന്ന ഈശോക്കറിയാം മുകളിൽ ചെന്നിട്ട് തിരിച്ചിറങ്ങി വരില്ല. മുഴുവൻ കൊടുത്തു, ഉപേക്ഷിച്ചു. ശവമായിട്ടേ കുരിശെന്ന് കെട്ടിത്തൂക്കി ഇറക്കുള്ളൂ. ഒരു പദ്ധതിയും കണക്കൂട്ടലും അന്ന് വൈകുന്നേരത്തേക്ക് ഈശോയ്ക്ക് വേറെ ഇല്ല. അതേസമയം കുരിശ് വഹിക്കാൻ കൂടിയ വേറൊരാളുണ്ട്, കവറിയങ്കാരൻ ശിമയോൻ. നല്ല മനുഷ്യൻ, നമ്മൾ ധ്യാനിക്കുന്ന വ്യക്തിയാണ്. ഈശോയെ സഹായിച്ചു, ഈശോയ്ക്ക് ആശ്വാസമായി. ആ രീതിയിൽ അത് ആശ്വാസമായി ഈശോയ്ക്ക് കുരിശ് വഹിക്കാൻ കൂടിയപ്പം. പക്ഷേ കവറിയങ്കാരൻ ശിമയോൻ കുരിശ് വഹിച്ചത് സ്വയം ഉപേക്ഷിച്ചിട്ടല്ല. അങ്ങേർക്ക് കുരിശുമായിട്ട് പോകുമ്പോഴും അല്ല, തിരിഞ്ഞു നോക്കുക, കർത്താവ് വേഗം വന്നേ, എനിക്കിത് മോളിൽ കൊണ്ട് എത്തിച്ചിട്ട് താഴെ കഴുതയും വണ്ടിയൊക്കെ ഇവിടെ ആ വീട്ടുമുറ്റത്ത് വെച്ചിരിക്കുക, മരത്തെ കെട്ടിയിരിക്കുക. ചെന്നിട്ട് വേണം വീട്ടിൽ ചെന്നിട്ട് ഇനി ആ കാര്യം ചെയ്യണം, അത് കഴിഞ്ഞ് അയലൊക്കത്ത് മറ്റേ കാര്യം ചെയ്യണം. നേരം പോയി, കർത്താവ് വേഗം വാ. ഈശോ ഇടയ്ക്കൊന്ന് ഉരുണ്ട് വീഴുമ്പോഴത്തേക്കും ശിമയോന്റെ ഉള്ളിൽ അക്ഷമത വരുന്നുണ്ട്. എനിക്ക് സമയം കളയാനില്ല കർത്താവേ, ഞാൻ കുരിശ് ചുമന്ന് കൊണ്ടുതരാം മുകളിൽ, പക്ഷേ സമയം കളയാനില്ല. എനിക്ക് 3 മണിക്ക് താഴെ ചെല്ലണം, അല്ല 12 മണിക്ക് താഴെ ചെല്ലണം, വേഗം വാ. അങ്ങയുടെ ഉള്ളിൽ വേറെ പദ്ധതികളാ. അങ്ങേരെ ഉപേക്ഷിച്ചിട്ടല്ല കുരിശെടുത്തത്. ഇത് നമ്മുടെ വ്യത്യാസം മനസ്സിലായോ? ഈശോ പറയുന്ന സ്നേഹമുള്ളവരെ, നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഈശോ അനുഗമിക്കാൻ കുരിശ് വഹിക്കണം. ശരിയാണ്. അതിനു മുമ്പ് വേറൊരു കാര്യമുണ്ട്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്ത് അനുദിനം വരട്ടെ. സ്നേഹമുള്ളവരെ, നമ്മളെ തന്നെ നമ്മൾ ഉപേക്ഷിക്കണം. അല്ലാതെ പിന്നെ ഈശോയ്ക്ക് കൊടുത്തിട്ട് എന്നാ കാര്യം? ഈശോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ? നമ്മൾ വിട്ടുകൊടുക്കൽ നടത്തണം, സ്വയം ഉപേക്ഷിക്കണം. അതിന് മനസ്സുണ്ടെങ്കിലേ ഈശോയുടെ പക്കലേക്ക് വരാവുള്ളൂ, ഈശോയെ വിളിക്കാവുള്ളൂ. ലൂക്കാ 14:25 മുതലുള്ള തിരുവചനങ്ങളിൽ വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെ വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയല്ല. വെറുക്കാതെ എന്ന് പറയുന്നത് ഒരു പിശാചിൻ്റെ പാപത്തിൻ്റെ വെറുപ്പല്ല. വെറുപ്പ് എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വൈരാഗ്യം എന്ന വാക്ക് മലയാളത്തിൽ കുമാരനാശാൻ്റെ വീണഭൂവിനകത്ത് പറയും, വൈരാഗ്യമേറിയ വൈദികനാകട്ടെ, ഏറ്റ വൈരിക്ക് മുമ്പുടറിയോടിയ ഭീരുവാകട്ടെ, ആരാകിലെന്ത് നേരെ വിടർന്ന് ലസീഡിന് നിന്നെ നോക്കി മിഴിയുള്ളവർ നിന്നിരിക്കാം എന്നിങ്ങനെ കുമാരനാശ എഴുതുമ്പം വൈരാഗ്യമേറിയ വൈദികനാകട്ടെ. വൈദികൻ വേദം പഠിച്ച ആളാണ്. കൃത്യം മലയാളത്തിൻ്റെ ഒറിജിനൽ അർത്ഥം അതാണ്. വൈദികൻ വേദം അറിയാവുന്ന ആളാണ് വൈദികൻ. വൈരാഗ്യമേറിയ എന്താ? ഒന്നിനോടും രാഗമില്ലാത്ത, ഒന്നിനോട് ഉള്ളൊട്ടിയിട്ടില്ല, അറ്റാച്ച്മെൻ്റ് ഇല്ല, ഒട്ടിപ്പിടുത്തമില്ല. അതാണ് വൈരാഗ്യം, രാഗമില്ലാത്ത അവസ്ഥ. ആ വാക്കിന് തിന്മയുടെ ഒരു അർത്ഥമുണ്ട്, വൈരാഗ്യം, പക, അങ്ങനെയുണ്ട്. ഇവിടെ ഈശോ വെറുപ്പെന്ന് പറയുമ്പം വെറുക്കാതെ എന്ന് പറയുന്നത് ഈ വൈരാഗ്യം എന്ന രീതിയിലാണ്. വെറുക്കുക എന്നുള്ള തിന്മയുടെ മനോഭാവമല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്ന് പറിച്ച് മാറ്റിവെക്കാൻ തയ്യാറാവണം. ഏറ്റവും സ്വന്തമെന്ന് കരുതുന്ന വ്യക്തികളെ പോലും ഒട്ടിപ്പിടിക്കരുത്. ഒരു വ്യക്തി ഒരു വിഗ്രഹമാകാൻ പാടില്ല, ദൈവസ്ഥാനത്താകാൻ പറ്റത്തില്ല. കാരണം അത് നിലനിൽക്കുകയല്ല, ഇത് വെറും മണ്ണ. ശ്വാസം വിട്ടു കഴിഞ്ഞാൽ പോയി,
അപ്പോൾ ജീവിതം മുഴുവൻ തകർന്നു പോകും. ഒരു വ്യക്തിയെയും ചാരി ജീവിക്കരുത്. അരച്ചനിലോ നരനൊനുവരിലോ ശരണം തേടാൻ തുനിയരുതേ. രാജാവ് ആയിക്കോട്ടെ, അവനെ ചാരി നിൽക്കരുത്. അവൻ എപ്പോഴാ തീരുന്ന് അറിഞ്ഞുകൂടാ. ജീവൻ പിരിയുമ്പം ആത്മാവ് പിരിയും, അവൻ മണ്ണോട് മണ്ണാകും. മക്കളെയാകട്ടെ പങ്കാളിയാകട്ടെ നമ്മൾ അന്ധമായിട്ട് കണ്ട ആ വ്യക്തിയെ മാത്രം ചാരി ഓർത്തും ജീവിക്കാൻ നോക്കിയാൽ പ്രതീക്ഷിക്കാത്തപ്പോൾ നമ്മൾ തകർന്നു പോകും. അതുകൊണ്ട് തമ്പുരാൻ പറയുന്ന ആരെയും അങ്ങനെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത് വെക്കരുത്. ദൈവത്തെ വെക്കാവുള്ളൂ. എങ്ങനെ നീ തകരാതെ അങ്ങ് കയറി പോകുള്ളൂ. വേറെ ഒരു വ്യക്തിയെ അകത്ത് കയറ്റി വെക്കരുത്. അതാ ഇവിടെ പറയുന്നത്. ഭാര്യ, മക്കള്, സഹോദരങ്ങള്, സഹോദരിമാര്, സ്വന്തം ജീവൻ പോലും രണ്ടാം സ്ഥാനത്തോട്ട് വെക്കണം. അങ്ങനെ വെക്കാതെ ആർക്കും നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാകാൻ പറ്റത്തില്ല. 25-ാം വാക്യം വന്ന് ജനക്കൂട്ടങ്ങൾ പിന്നാലെ വന്നപ്പോൾ ഈശോ തിരിഞ്ഞു നിന്നു. അപ്പോൾ ആ രംഗം വന്ന് ഭാവനെ കണ്ടു നോക്കിക്ക്. വലിയ ജനക്കൂട്ടങ്ങൾ പിന്നാലെ വരികയാണ് ഈശോയുടെ പുറകെ. അപ്പോൾ ഈശോ തിരിഞ്ഞു നിന്നു. അപ്പോൾ എന്നാ സംഭവിച്ചു കാണും? വഴി ബ്ലോക്കായി. പിന്നെ വന്നവർ ഇങ്ങനെ നിൽക്കുക. തള്ളല് എന്നാ കർത്താവ് നിൽക്കുക അവിടെ. പുറകെ വന്നവരെല്ലാം ഇടിച്ചു വരുമ്പോൾ തള്ളി എല്ലാവരും കൂടി ഇടിച്ചു കൂട്ടി വരെ നിൽക്കുക. എത്തി നോക്കുകയല്ല, എന്നാ. അപ്പോൾ ജനക്കൂട്ടം മുഴുവൻ അവിടെ നിന്നു. അപ്പോൾ ഈശോ പറയുകയാണ്, എന്താണ് പറയുന്നത്? സ്വന്തം പിതാവിനെയും ഉറക്കെ വിളിച്ചു പറയും, മാതാവിനെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സ്വന്തം ജീവനെ തന്നെ വെറുക്കാതെ എൻ്റെ പുറകെ വരുന്ന ആർക്ക് ശിഷ്യനാകാൻ പറ്റത്തില്ല. എന്തൊരു തൻ്റെ ഇടവാ, എന്തൊരു വ്യക്തമായിട്ടാണ് ഈശോ പറയുന്നത്. ഒത്തുതീർപ്പൊന്നുമില്ല. അല്ലാതെ എൻ്റെ പുറകെ നടന്ന് സമയം കളയണ്ട നിങ്ങൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം തന്നെ പരിത്യജിക്കാതെ, അതാണ് ഖാദറിൻ കുടുംബം പറഞ്ഞത്. സ്വയം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഞാനത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നൊമ്പരം എന്താണെന്ന് എനിക്കറിയാം. ദൈവത്തെക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ച ആ മിസ്റ്ററിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റിവെച്ചു. സ്നേഹമുള്ളവരെ, ഖാദറിൻ കുടുംബാൻ്റെ ജീവിതം പിന്നെ കാണുന്നത്, പിന്നെ 10 വർഷം കൂടെ അവർ ജീവിച്ചു. അവർക്ക് ദൈവം നേരത്തെ കൊടുത്ത കൃപ മുഴുവനും വീണ്ടും ഓണായി. വലിയ ശുശ്രൂഷ അവർ മരണം വരെ ചെയ്തു. പിന്നെ അവരുടെ ശുശ്രൂഷയിൽ അവർ ഏറ്റവും അധികം പറഞ്ഞിരുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. തൻ്റെ ശരീരമാകുന്ന ആലത്തി ഹൃദയത്തിൽ നിറഞ്ഞു വസിക്കുന്ന പരിശുദ്ധാത്മാവ്, പിന്നെ ആ പരിശുദ്ധാത്മാവോട് ചേർന്ന് മാത്രം അവർ ജീവിച്ചു. സ്നേഹമുള്ളവരെ, ധ്യാനിക്കുക എന്ന് പറയുന്നത് ഒരു പിള്ളകളിയൊന്നുമല്ല. യോവാറാസ് ഈശോയെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു കാര്യം നടക്കാനാണ് കൊണ്ടുപോയത്. ഈശോ വന്ന് തയ്യാറാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഈശോയാണ് പിന്നെ ആ വീടിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നത്. ആരൊക്കെ ഈ പെരയ്ക്കകത്ത് വേണം, ആരൊക്കെ വേണ്ട, ഈശോയാ തീരുമാനിക്കുന്നത്. അങ്ങനെ ഈശോയ്ക്കായിട്ട് നിന്റെ സ്വകാര്യ ജീവിതം, വ്യക്തി ജീവിതം, കുടുംബ ജീവിതം തുറന്നു കൊടുക്കാൻ നീ തയ്യാറാണോ? അങ്ങനെ കൊടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ടല്ലേ ഇത്രയും വർഷങ്ങൾ നമ്മൾ വചനം കേട്ടും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഒക്കെ ജീവിച്ചിട്ടും നമ്മുടെ ജീവിതം ഇപ്പോഴും ഒരു വക ആയി കിടക്കുന്നത് പല കാലങ്ങളിലും. എന്തുകൊണ്ട് നമുക്ക് അവിടുത്തെ വചനത്തിനായിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൂടാ? അതിൻ്റെ ഫലം അത്ഭുതകരമായിരിക്കും. യോഹന്നാൻ 14:20 മുതലുള്ള തിരുവചനങ്ങൾ, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനായി എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ് കറിയാത്തയല്ല അവനോട് പറഞ്ഞു, കർത്താവേ, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നെന്ന് ലോകത്തിന് വെളിപ്പെടുത്തില്ല എന്ന് പറഞ്ഞത് എന്താണ്? ഈശോ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നതിൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവന് വാസം ഉറപ്പിക്കുകയും ചെയ്യും. ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത്, വി വിൽ മേക്ക് ഹിം അവർ ഹോം. വി വിൽ മേക്ക് ഹിം ഓർ ഹെയർ അവർ ഹോം. അവനെ അല്ലെങ്കിൽ അവളെ ഞങ്ങളുടെ വീടാക്കും എന്നാ. അതാ വാസം ഉറപ്പിക്കുന്നത് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ അവളെ ഞങ്ങളുടെ വീടാക്കും. നോക്കിക്കേ, ഞങ്ങളുടെ വീടാക്കും. എലിസബത്ത് ഓഫ് ഹോളി ട്രിനിറ്റി എന്നൊരു വിശുദ്ധയുണ്ട്.
അവളുടെ പേര് എലിസബത്ത് എന്ന്. കുഞ്ഞായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പം സിസ്റ്റേഴ്സ് പഠിപ്പിച്ചിരുന്നത് പറഞ്ഞു കൊടുത്തു, മോളെ നിൻ്റെ പേരിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? അറിയത്തില്ല ടീച്ചറെ. എലിസബത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭവനമെന്നാണ്. ബത്ത് ഭവനം, ബത്ലഹേം അപ്പത്തിൻ്റെ ഭവനം. എലിസബത്ത് ഏൽ ഏൽ ലമാ ശബ്ദൻ, ഏൽ ദൈവം, എലിസബത്ത് ദൈവത്തിൻ്റെ ഭവനം. അവൾ അന്ന് ചങ്കത്ത് കൈവച്ചതാ, ഞാൻ ദൈവത്തിൻ്റെ ഭവനം. അതാണ് എലിസബത്ത്. പിന്നെ അവൾ ആ ചിന്ത ഒരിക്കലും മാറ്റിയില്ല. അവൾ ഈശോയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി സമർപ്പിതയായി പേരെടുത്തു. അന്നേരം എലിസബത്ത് ഹോളി ട്രിനിറ്റി, പ്രത്യേക ദൈവം വീടാണ് ഞാൻ. ആ ഒരു അനുഭവത്തിൽ ആഴപ്പെട്ട് അവൾ ജീവിച്ചു. അങ്ങനെ അതേപ്പറ്റി അവൾ കവിതകൾ എഴുതിയിട്ടുണ്ട്, മനോഹരമായ പോയം, പദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്, തൻ്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട്. എലിസബത്ത് എന്ന് പേരുള്ളവർ മാത്രമല്ല, നമ്മളെല്ലാവരും അങ്ങനെയാണ്. വി വിൽ മേക്ക് ഹിം ഓർ ഹെയർ അവർ ഹോം. പക്ഷെ അതിനൊരു കാര്യം ചെയ്യണം, യോവാറാസ് ചെയ്ത പോലെ നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ അവിടത്തേക്കായിട്ട് തുറന്നു കൊടുക്കണം. നമുക്ക് നമ്മുടെ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാം, ഇഷ്ടങ്ങളുണ്ടാവാം. അത് തമ്പുരാൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തിയിട്ട് മാത്രം പിൻചെല്ലുക. സാധിക്കുമെങ്കിൽ പിതാവേ ഇത് നടത്തിത്തരണേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറ്റിയാൽ മതി എന്ന് പറയണം. അപ്പം അവിടുന്ന് കയറി ഇടപെടും. ചിലപ്പോൾ നമുക്ക് വിഷമമുള്ള പോലെ ആയിരിക്കും, ചിലപ്പോൾ സങ്കടം വരുന്ന പോലെ ആയിരിക്കും. കാതറിൻ കുൾമാൻ വല്ലാണ്ട് ഉള്ളു കീറി ചൂട് വെക്കേണ്ടി വന്നു. ഹെബ്രായർ 5:7 തിരുവചനം, ഹെബ്രായർ 5:7. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനെ കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ട് തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്താ പറഞ്ഞിരിക്കുന്നത്? ഗെത്സമേനോടത്ത് ടീച്ചർ പ്രാർത്ഥനയെപ്പറ്റി, അതിനും ദശകങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് ഹെബ്രായ ലേഖനകർത്താവ് എഴുതിയിരിക്കുകയാണ്, തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന്, അതാരാണ്? പിതാവായ ദൈവം. ആ ദൈവത്തിൻ്റെ പക്കൽ കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥന യാചന സമർപ്പിച്ചു. ഏറ്റവും വലിയ വിലാപത്തോടെ കണ്ണീര് കുതിർന്ന് ഈശോ നടത്തിയ പ്രാർത്ഥന എന്താണ്? പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണേ. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. എങ്ങനെയാ കേട്ടത്? പാനപാത്രം മാറ്റി കൊടുത്തോ? ഇല്ല. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മൾ തന്നെ വിട്ടുകൊടുക്കണം. അപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ കാറിക്കൊണ്ട് പറയുന്നതാണെങ്കിൽ പോലും ചിലപ്പോൾ തമ്പുരാൻ ഒന്നും മിണ്ടാതെ മാറ്റി വെച്ചെന്ന് വരും. ഒന്നും പേടിക്കണ്ട, അത് മനോഹരമായിട്ട് വരും. തമ്പുരാൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ ഉള്ളു തുറന്ന് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുക എന്ന് പറയുമ്പം അതിനൊരു വില കൊടുക്കലുണ്ട്. അവിടത്തേക്ക് കയറി പെരുമാറാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. താക്കോൽ അങ്ങോട്ട് കൊടുക്കണം വീടിൻ്റെ. അവിടുന്ന് കയറി വന്നിട്ട് എടുത്തു കളയാൻ പറയുന്നത് നമ്മൾ എടുത്തു കളയണം. ഇറക്കി വിടാൻ പറയുന്നവരെ ഇറക്കി വിടണം. മാറ്റി വെക്കാൻ പറയുന്നവരെ മാറ്റി വെക്കണം. അപ്പോഴേ അത് സ്തോത്രഗീതം ഉയരുന്ന പ്രാർത്ഥനാലയമായിട്ട് നമ്മുടെ ശരീരം മാറുള്ളൂ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഇടമായിട്ട് തീരുകയുള്ളൂ. നമുക്ക് എണീറ്റ് നിൽക്കാം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകയുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസ ധൈര്യപ്പെട്ട് നിരന്തര ഭാഗത്തുങ്ങൾ ഞാൻ അണയുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർ ചെന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിനും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിനും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്കും